കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഇൻഡെക്സ് 20-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തെങ്കിലും മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്ന Q2 GDP ഗ്രോത്ത് ഡേറ്റ മാർക്കറ്റിൻ്റെ പോസിറ്റീവ് സെൻറ്റിമെൻറ്റിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. 2023 ഫിനാൻഷ്യൽ ഇയറിലെ Q2 ശേഷമുള്ള ഏറ്റവും മോശം GDP ഗ്രോത്ത് ഡേറ്റയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. ജൂലൈ-സെപ്റ്റംബർ ക്വാർട്ടറിലെ GDP ഗ്രോത്ത് 5.4% ചുരുങ്ങി. കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ GDP ഗ്രോത്ത് 8.1% നിന്നും 5.4%ലേക്കും, കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 6.7% നിന്നും 5.4%ലേക്കുമാണ് GDP ഗ്രോത്ത് ചുരുങ്ങിയത്. കൂടാതെ മാർക്കറ്റ് സെപ്റ്റംബർ ക്വാർട്ടറിൽ 6.5%-നടുത്തുള്ള GDP ഗ്രോത്ത് പ്രതീക്ഷിച്ചു. മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും താഴ്ന്ന രീതിയിലുള്ള GDP ഗ്രോത്താണ് റെക്കോർഡായിരിക്കുന്നത്. ഗ്രോസ് വാല്യൂ ആഡഡ് 5.6%-ലേക്ക് ചുരുങ്ങി. മാർക്കറ്റ് 6.5%-ആണ് പ്രതീക്ഷിച്ചത്. കഴിഞ്ഞ വർഷം 7.7%-ആയിരുന്നു. ഇയർ ഓൺ ഇയറിൽ ഗ്രോസ് വാല്യൂ ആഡഡ് 7.7%-ൽ നിന്നും 5.6%-ലേക്കും, ക്വാർട്ടർ ടു ക്വാർട്ടർ 6.8%-ൽ നിന്നും 5.6%-ലേക്കും ചുരുങ്ങി. പ്രൈവറ്റ് ഫൈനൽ കൺസപ്ഷൻ 7.4%-ൽ നിന്നും 6%-ലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടർ ചുരുങ്ങിയപ്പോൾ ഇയർ ഓൺ ഇയറിൽ 2.6%-ൽ നിന്നും 6%-ലേക്ക് ഉയർന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റിയെ സൂചിപ്പിക്കുന്ന ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ 11.6%-ൽ നിന്നും 5.4%-ലേക്ക് കുത്തനെ ഇടിയുകയും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 7.5%-ൽ നിന്നും 5.4%-ലേക്ക് ഇടിയുകയും ചെയ്തു. എക്സ്പോർട്ടിനെ സൂചിപ്പിക്കുന്ന എക്സ്റ്റേണൽ ട്രേഡ് കോൺട്രിബ്യൂഷൻ 5%-ൽ നിന്നും 2.8%-ലേക്കും, ക്വാർട്ടർ ടു ക്വാർട്ടർ 8.7%-ൽ നിന്നും 2.8%-ലേക്കും ഇടിഞ്ഞു. വിവിധ സെക്ടറുകളുടെ ഗ്രോത്ത് പെർഫോമൻസ് നോക്കിയാൽ അവിടെയും നമ്മൾക്ക് ഏറ്റക്കുറച്ചിലുകൾ കാണാൻ സാധിക്കും. അഗ്രികൾച്ചർ സെക്ടറും ട്രേഡ് ആൻഡ് ഹോട്ടൽ ട്രാൻസ്പോർട്ട് സെക്ടറും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചപ്പോൾ മാനുഫാക്ചറിംഗ് ഗ്രോത്തിൽ വളരെ വലിയ ഇടിവാണ് വന്നിരിക്കുന്നത്. 14.3%-ൽ നിന്നും മാനുഫാക്ചറിംഗ് ഗ്രോത്ത് 2.2%-ലേക്ക് ഇയർ ഓൺ ഇയറിലും, 7%-ൽ നിന്നും 2.2%-ലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഇടിഞ്ഞു. അതേസമയം അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ഗ്രോത്ത് 1.7%-ൽ നിന്നും 3.5%-ലേക്ക് ഇയർ ഓൺ ഇയറിൽ ഇംപ്രൂവ് ആയി. ക്വാർട്ടർ ടു ക്വാർട്ടർ 2%-ൽ നിന്നും 3.5%-ലേക്കാണ് ഇംപ്രൂവ് ആയത്. ഇലക്ട്രിസിറ്റി ഗ്രോത്ത് 10.5%-ൽ നിന്നും 3.3%-ലേക്ക് ഇയർ ഓൺ ഇയറിലും, 10.4%-ൽ നിന്നും 3.3%-ലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഇടിഞ്ഞു. കൺസ്ട്രക്ഷൻ സെക്ടറിൻ്റെ ഗ്രോത്ത് 13.6%-ൽ നിന്നും 7.7%-ലേക്ക് ഇയർ ഓൺ ഇയറിലും, 10.5%-ൽ നിന്നും 7.7%-ലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഇടിഞ്ഞു. പ്രധാന സെക്ടറുകളുടെ ഗ്രോത്ത് എല്ലാം ഇടിഞ്ഞിട്ടുണ്ട്. കൂടാതെ GDP ഗ്രോത്ത് ഡേറ്റയും കഴിഞ്ഞ 7 ക്വാർട്ടറിലെ ഏറ്റവും മോശം GDP ഗ്രോത്ത് ഡേറ്റയാണ് റെക്കോർഡായിരിക്കുന്നത്. അതേസമയം 2025 ഫിനാൻഷ്യൽ ഇയറിലെ Q2 കാര്യങ്ങൾ മെച്ചപ്പെട്ടേക്കാമെന്നുള്ള ഒപ്റ്റിമിസ്റ്റിക് വ്യൂ ആണ് പല എക്കണോമിസ്റ്റിനുമുള്ളത്. മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി കാപെക്സ് പ്ലാനുകൾ വർക്കായി തുടങ്ങും. ഇത് റൂറൽ ഏരിയയിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുകയും എക്കോണമിയിൽ ഒരു റിക്കവറി വരുന്നതിന് പിന്നിലെ കാരണമായി പ്രവർത്തിക്കുകയും ചെയ്യുമെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. GDP ഗ്രോത്ത് ഡേറ്റ മോശമായതിനോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിങ്ങും തിങ്കളാഴ്ചയിലെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റിനെ പ്രതികൂലമായി ബാധിച്ചേക്കാം. കഴിഞ്ഞ ദിവസവും FPIs ഇന്ത്യൻ മാർക്കറ്റിൽ 4,600 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. നവംബർ മാസത്തിൻ്റെ എൻ്റയർ പെർഫോമൻസ് നോക്കിയാൽ 9,000 കോടി രൂപയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. ഒക്ടോബർ മാസത്തിൽ 92,000 കോടി രൂപയുടെ നെറ്റ് സെല്ലിംഗ് ആയിരുന്നു FPIs ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. കൂടാതെ മന്ത്ലി ബേസിസിൽ ഇൻഡെക്സ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇൻഡെക്സ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോടുകൂടി പ്രവർത്തിക്കുകയും ത്രൂ ഔട്ട് ദ ഡേ പോസിറ്റീവ് മൊമെൻറ്റം നിലനിൽക്കുകയും ക്ലോസിംഗ് നിഫ്റ്റി 1%-ന് മുകളിൽ 24,100-ന് മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. അതേസമയം GDP ഗ്രോത്ത് ഡേറ്റ മോശമായതുകൊണ്ട് നാളെ പുറത്തു വരുന്ന ചൈനയുടെ മാനുഫാക്ചറിംഗ് PMI ഡേറ്റയും ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുണ്ട്. ചൈനയുടെ മാനുഫാക്ചറിംഗ് PMI ഡേറ്റ ഗ്ലോബൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റിനെയും ബാധിച്ചേക്കും. കൂടാതെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിങ്ങിൻ്റെ ഇമ്പാക്റ്റും തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. GDP ഗ്രോത്ത് ഡേറ്റ വീക്കായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റിനെ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസിനെ ആയിരിക്കും പ്രതികൂലമായി ബാധിക്കുക. അതേസമയം GDP ഗ്രോത്ത് ഡേറ്റ വീക്കായതിന് ഒരു പോസിറ്റീവ് വശം കൂടിയുണ്ട്. ഇത് RBI ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് തീരുമാനത്തെ പുനഃപരിശോധിക്കുന്നതിന് പ്രേരിപ്പിക്കുകയും ഫെബ്രുവരി മാസത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു.
ഏതായാലും GDP ഗ്രോത്ത് ഡേറ്റ ഇടിഞ്ഞത് ഇമ്മീഡിയറ്റ്ലി ഇന്ത്യൻ മാർക്കറ്റിൽ ചില നെഗറ്റീവ് സാധ്യതകൾ ക്രിയേറ്റ് ചെയ്തേക്കാമെങ്കിലും, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് ക്രിയേറ്റ് ചെയ്തേക്കാമെങ്കിലും, മീഡിയം ടൈമിലും ലോങ് ടൈമിലും ഇത് മാർക്കറ്റിന് ബെനിഫിറ്റായി മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി ഇൻഡെക്സിൻ്റെ പ്രധാന ലെവലുകൾ കൂടി മനസ്സിലാക്കാം. 23,900 സ്ട്രോങ് സപ്പോർട്ട് ഫോം ചെയ്തതിന് ശേഷം ഇൻഡെക്സ് 24,100 മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. 24,350 ഒരു ക്രൂഷ്യൽ ലെവൽ. 24,350 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 24,800, 25,000 തുടങ്ങിയ ലെവലുകളിലേക്ക് മാർക്കറ്റ് നീങ്ങാനും ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് മെയിൻറ്റെയിൻ ആകാനും സാധ്യതയുണ്ട്. അതേസമയം 24,350 മാർക്കറ്റ് റെസിസ്റ്റൻസ് നേരിടുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റിൽ സെൽ ഓൺ റൈസ് എന്ന ട്രെൻഡ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്